തെറ്റ് ഇത് തുടങ്ങിയതെന്നോ എവിടെയോ യഹോവയുടെ ശില്പശാലയിലോ ഏതൻ തോട്ടത്തിലോ. നമസ്കാരം. യരലവ ചിത്രകൂടത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സുവർണകാലമെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. 60കളും 70കളുടെ തുടക്കവും. കറുപ്പിലും വെളുപ്പിലും തെളിഞ്ഞ ആ ചിത്രങ്ങളിൽ ജീവിതം അതിൻ്റെ എല്ലാ വേദനകളോടും സ്നേഹത്തോടും കൂടി നിറഞ്ഞു നിന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഒരു ശ്രദ്ധേയമായ ചിത്രത്തെക്കുറിച്ചാണ്. 1971 പുറത്തിറങ്ങിയ തെറ്റ്. മഹാനടൻ സത്യനും മലയാളത്തിൻ്റെ പ്രിയ നായിക ഷീലയും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രം. സംവിധാനം ചെയ്തത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ KS സേതുമാധവൻ. തെറ്റ് തിയേറ്ററുകളിലെത്തിയത് 1971 ഏപ്രിൽ 10-നാണ്. MS പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ CC ബേബിയാണ് ചിത്രം നിർമ്മിച്ചത്. കഥയും സംഭാഷണവും എഴുതിയത് P. അയ്യനേത്ത്. തിരക്കഥ ഒരുക്കിയത് സംവിധായകൻ KS സേതുമാധവൻ. ഛായാഗ്രഹണം C. നമശിവായം. ചിത്രസംയോജനം PV നാരായണൻ. സംഗീതം G. ദേവരാജൻ. ഗാനരചന വയലാർ രാമവർമ്മ. ഈ ചിത്രം പുറത്തിറങ്ങിയത് സത്യനെന്ന മഹാനടൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലാണ്. 1971 ഏപ്രിലിൽ തെറ്റ് റിലീസായി. വെറും 2 മാസങ്ങൾക്ക് ശേഷം 1971 ജൂൺ 15-ന് രക്താർബുദത്തോട് പോരാടി സത്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതായത് മാരകരോഗം ശരീരത്തെ തളർത്തിക്കൊണ്ടിരുന്ന കാലത്താണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. അതോർത്തുകൊണ്ട് ഈ സിനിമ കാണുമ്പോൾ ആ മനുഷ്യൻ്റെ അർപ്പണബോധത്തിന് മുന്നിൽ നമ്മൾ അറിയാതെ തലകുനിച്ചു പോകും. 1971 എന്ന വർഷം സത്യൻ്റെ കരിയറിലെ അവസാനത്തെ വലിയ വർഷമായിരുന്നു. തെറ്റുകൂടാതെ അനുഭവങ്ങൾ പാളിച്ചകൾ, കരകാണാക്കടൽ, ഒരു പെണ്ണിൻ്റെ കഥ, ശരശയ്യ തുടങ്ങിയ ചിത്രങ്ങളും ആ വർഷം പുറത്തു വന്നു. കരകാണാക്കടലിലെ അഭിനയത്തിന് മരണാനന്തരം അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. സത്യനും സേതുമാധവനും തമ്മിലുള്ള കൂട്ടുകെട്ട്, ഓടയിൽ നിന്ന് കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ, കരകാണാക്കടൽ, മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങൾ പിറന്നത് ഈ കൂട്ടുകെട്ടിൽ നിന്നാണ്. കടൽപ്പാലത്തിലെ ഇരട്ട വേഷത്തിനാണ് അദ്ദേഹത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകി ആദരിച്ചത്. ആ വിശ്വസ്ത കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് തെറ്റ് എന്ന ചിത്രവും. സത്യൻ ഷീല ജോഡി, അനുഭവങ്ങൾ പാളിച്ചകൾ അടക്കം നിരവധി ചിത്രങ്ങളിൽ തിളങ്ങിയ ഈ ജോഡിയുടെ അവസാനകാല ചിത്രങ്ങളിൽ ഒന്നാണിത്. ഇനി കഥയിലേക്ക് വരാം. തെറ്റ് എന്ന പേര് തന്നെ ശ്രദ്ധിക്കൂ. ഒരൊറ്റ വാക്ക്, പക്ഷേ ആ വാക്കിൽ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ഭാരവുമുണ്ട്. ആരുടെ തെറ്റ്? എന്ത് തെറ്റ്? ആ തെറ്റിന് ആര് വില കൊടുക്കണം? ഈ ചോദ്യങ്ങളാണ് സിനിമയുടെ ഹൃദയം. കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. സത്യൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ജോണി. പിന്നെ ചവിട്ടി പുറത്താക്കാം. അപ്പോൾ ഈ കുടുംബത്തിലെ അന്തസ്സ് കൂടിയാണ് ഞാൻ ചവിട്ടി പുറത്താക്കുന്നത്. ഷീല അവതരിപ്പിക്കുന്നത് ബേബി എന്ന കഥാപാത്രം. പ്രിയപ്പെട്ട ബേബി. കഥയുടെ കാതൽ ഇതാണ്. ഒരു യുവതി ഒരാളെ സ്നേഹിക്കുന്നു. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരുന്നു. വിവാഹരാത്രിയിൽ അവൾ തൻ്റെ ഭർത്താവിനോട് ഞെട്ടിക്കുന്ന ഒരു സത്യം തുറന്നു പറയുന്നു. എന്താ ബേബി? എനിക്ക് മാപ്പ് തരൂ. ഞാൻ പാപിനിയാണ്. ആ വെളിപ്പെടുത്തലോടെ അവളുടെ ജീവിതം കൂടുതൽ സങ്കീർണമാകുന്നു. ഇവിടെ നിന്നാണ് സിനിമ അതിൻ്റെ യഥാർത്ഥ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നത്. സത്യം തുറന്നു പറയുന്നത് തെറ്റാണോ? കഴിഞ്ഞുപോയ ഒരു ജീവിതത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ എന്നേക്കുമായി വിധിക്കാമോ? ക്ഷമിക്കാനുള്ള മനസ്സാണോ അതോ സമൂഹത്തിൻ്റെ കണ്ണിലെ അഭിമാനമാണോ വലുത്? ബാക്കി കഥ
ഞാനിവിടെ പറയുന്നില്ല. കാരണം ഈ സിനിമ നിങ്ങൾ സ്വയം കണ്ട് അനുഭവിക്കേണ്ട ഒന്നാണ്. യൂട്യൂബിൽ ഇപ്പോൾ ഈ ചിത്രം ലഭ്യമാണ്. പക്ഷേ ഒന്ന് പറയാം, അക്കാലത്തെ കുടുംബ ചിത്രങ്ങളുടെ പതിവ് വഴികളിലൂടെയല്ല ഈ കഥ സഞ്ചരിക്കുന്നത്. സ്ത്രീയുടെ മനസ്സിനെ, അവളുടെ നിസ്സഹായതയെ, സമൂഹം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളെ, ഇവയെല്ലാം ധൈര്യത്തോടെ ചോദ്യം ചെയ്യുന്ന ഒരു കഥയാണിത്. 1971 ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ കാണിച്ച ധൈര്യം തന്നെ വലിയ കാര്യമാണ്. ഇനി തിരക്കഥയെയും സംവിധാനത്തെയും കുറിച്ച്. പി അയ്യനേയത്തിൻ്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയത് സേതുമാധവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഥയും ദൃശ്യഭാഷയും തമ്മിൽ അപൂർവമായ ഒരു ഇഴയടുപ്പം ഈ ചിത്രത്തിൽ കാണാം. കെ സേതുമാധവൻ എന്ന സംവിധായകൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മനുഷ്യ മനസ്സിൻ്റെ സംവിധായകനാണ് എന്നതാണ് ഉത്തരം. വലിയ സംഭവങ്ങളല്ല, മനുഷ്യരുടെ ഉള്ളിലെ ചെറിയ ചലനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കരുത്ത്. ഒരു നോട്ടം, ഒരു നിശബ്ദത, ഒരു നെടുവീർപ്പ്, ഇവ കൊണ്ട് അദ്ദേഹം പേജുകളോളം സംഭാഷണം പറയാതെ പറയും. തെറ്റിലും ഈ ശൈലി വ്യക്തമായി കാണാം. കുടുംബത്തിനുള്ളിലെ പിരിമുറുക്കങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പറയാത്ത വാക്കുകൾ, സമൂഹത്തിൻ്റെ കുത്തുവാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ, ഇവയെല്ലാം അതിഭാവുകത്വമില്ലാതെ ജീവിതത്തോട് ചേർന്ന് നിന്ന് അവതരിപ്പിച്ചിരിക്കുന്നു. തിരക്കഥയുടെ മറ്റൊരു മികവ് കഥാപാത്ര സൃഷ്ടിയാണ്. നായകനും നായികയ്ക്കും ചുറ്റുമുള്ള ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ സ്വഭാവവും ധർമ്മവുമുണ്ട്. KP ഉമ്മർ അവതരിപ്പിക്കുന്ന മാത്യു ശരിയാക്കി മാറ്റും. 2 മാസത്തിനകം ഈ ഹോട്ടൽ മുറി ഞാൻ എൻ്റെ മണിയറയാക്കി രൂപാന്തരപ്പെടുത്തും. ബഹദൂറിന്റെ കൊച്ചാപ്പി, കഴിവേറി അവന് കൊച്ചാപ്പിനെ ഒരു വകവപ്പില്ലാതെ. പറവൂർ ഭരതന്റെ കുര്യൻ, കഴിയുമെങ്കിൽ നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും തല അടിച്ച് വിളർക്ക്. മതിലകത്ത് വീട്ടിൽ ഫിലോമിനയുടെ ഏലി, വയസ്സായി വരികയല്ലോ, ക്ഷീണം കൂടും. ചിലപ്പോഴത്തെ ചില പ്രവൃത്തി കാണുമ്പോഴേ ചെറുപ്പായിട്ട് വരികയെന്ന് എന്റെ വിചാരം. അത് പിന്നെ TR ഓമനയുടെ തങ്കമ്മ, ജോണിക്കുട്ടി, ഈ തങ്കമ്മ നായ എല്ലിൻ കഷ്ണത്തെ എന്ന പോലെ കറൻസിയെ അള്ളിപ്പിടിച്ചിരുന്നവളാണ്. പക്ഷേ ജോണിക്കുട്ടിയുടെ പണവും നന്ദിയും ഒന്നും എനിക്ക് വേണ്ട. പ്രേമയുടെ ലിസി, അത് ഒറിജിനൽ പ്രേമം. പക്ഷേ ആ പ്രേമം കല്യാണത്തിലെത്തിക്കേണ്ട തന്തിയും തള്ളിയുണ്ടല്ലോ, അവര് സ്വത്തിനെയാ സ്നേഹിക്കുന്നത്. സാധനയുടെ കുക്കു, എങ്കിലും അയക്കണമെന്ന് എഴുതി അയച്ചോ? ആ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പിന്നെയാകട്ടെ, സാരിയൊക്കെ മാറ്റി വെച്ചു വാ. ഇങ്ങനെ അക്കാലത്തെ മികച്ച ഒരു താരനിര ഈ ചിത്രത്തിലുണ്ട്. ബഹദൂറിൻ്റെയും മറ്റും സാന്നിധ്യം ഗൗരവമുള്ള കഥകൾക്കിടയിലും പ്രേക്ഷകന് ആശ്വാസത്തിൻ്റെ ചെറിയ ഇടവേളകൾ നൽകുന്നു. സി നമശിവായത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടതാണ്. വെളിച്ചവും നിഴലും ഉപയോഗിച്ച് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ വരച്ചു കാട്ടുന്ന ആ പഴയ ശൈലിയുടെ ഭംഗി ഈ ചിത്രത്തിലുടനീളം കാണാം. സത്യൻ എന്ന മഹാനടനെക്കുറിച്ച്. മലയാള സിനിമയിൽ റിയലിസ്റ്റിക് അഭിനയത്തിൻ്റെ, അതായത് സ്വാഭാവിക അഭിനയത്തിൻ്റെ വഴിവെട്ടി തുറന്ന നടനാണ് സത്യൻ. നാടകീയമായ ശരീരചലനങ്ങളും ഉച്ചത്തിലുള്ള സംഭാഷണങ്ങളും നിറഞ്ഞെന്ന ഒരു കാലത്ത് ജീവിതത്തിലെ മനുഷ്യരെ പോലെ സ്ക്രീനിൽ പെരുമാറിയ നടൻ. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തെ നമ്മൾ ബഹുമാനത്തോടെ സത്യൻ മാഷ് എന്ന് വിളിക്കുന്നത്. തെറ്റിലെ ജോണി എന്ന കഥാപാത്രം സത്യൻ്റെ കൈകളിൽ ഭദ്രമാണ്. ശരിയോ തെറ്റോ? എന്റെ പ്രാണപ്രേയസി, എന്റെ ജീവിതത്തിൽ ഇനി ശരിയുണ്ടോ തെറ്റുണ്ടോ? ഈ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരേ സമയം പല വികാരങ്ങൾ ഏറ്റുമുട്ടുന്നുണ്ട്. സ്നേഹം, അഭിമാനം, വേദന, ധർമ്മസങ്കടം. ഈ സങ്കീർണതയെ സത്യൻ അവതരിപ്പിക്കുന്നത് കണ്ണുകൾ കൊണ്ടാണ്. മുഖത്തെ നേർത്ത ഭാവമാറ്റങ്ങൾ കൊണ്ടാണ്. ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത നിമിഷങ്ങളിൽ പോലും ആ കഥാപാത്രത്തിൻ്റെ മനസ്സ് നമുക്ക് വായിക്കാം. ഇതാണ് ലോകോത്തര അഭിനയം എന്ന് പറയുന്നത്. ലോക സിനിമയിലെ മഹാനടന്മാരുടെ പ്രകടനങ്ങളോട് ചേർത്ത് വയ്ക്കാവുന്ന സ്വാഭാവികതയും ആഴവും സത്യൻ്റെ അഭിനയത്തിലുണ്ട്. അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം,
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ സത്യൻ രക്താർബുദവുമായി പോരാടുകയായിരുന്നു. ശരീരം തളരുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം പൂർണ്ണനായിരുന്നു. സ്ക്രീനിൽ ആ ക്ഷീണത്തിൻ്റെ ഒരു നിഴൽ പോലും വീഴാൻ അദ്ദേഹം അനുവദിച്ചില്ല. അതൊരു നടൻ്റെ അച്ചടക്കമാണ്, കലയോടുള്ള ആരാധനയാണ്. യരലവയ്ക്ക് അതിൻ്റെ മുന്നിൽ ബഹുമാനത്തോടെ നിൽക്കാതിരിക്കാനാവില്ല. നിങ്ങൾക്കും അങ്ങനെയല്ലേ? ഷീലയുടെ അഭിനയവും ഇവിടെ പരാമർശിക്കാതെ വയ്യ. ബേബി എന്ന കഥാപാത്രത്തിൻ്റെ വേദനയും നിസ്സഹായതയും ഉള്ളുറപ്പും ഷീല മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. സത്യനോടൊപ്പമുള്ള രംഗങ്ങളിൽ ഇരുവരും തമ്മിലുള്ള അഭിനയത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. മലിനമാക്കില്ലേ? പറയൂ, എനിക്ക് മരിക്കാൻ അനുവാദമില്ലേ? ദയവായി ഒരു മാർഗം പറഞ്ഞു തരൂ. എന്നിൽ നിന്നും അങ്ങേ രക്ഷിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരൂ. ഉമ്മർ എന്ന നടന്റെ പരകായ പ്രവേശങ്ങൾ ഈ സിനിമയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. തരളിതനായ കാമുകനായും നിസ്സംഗതയുടെ പരകോടിയിൽ നിൽക്കുന്ന ആളായും അദ്ദേഹം നമ്മളെ ഒരുപോലെ ആകർഷിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് വിടില്ലെന്ന് മദറിന് ഒരേ വാശി. ബസ് സ്റ്റാൻഡിൽ ബ്രദർ കാണുമെന്ന് പറഞ്ഞില്ലേ? കുന്തം പറയാഞ്ഞാണോ? മദർ ഈ ചിത്രത്തിൻ്റെ ആത്മാവായ ഗാനങ്ങളിലേക്ക്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കൂട്ടുകെട്ട്. കവിതയുടെ ആഴവും സംഗീതത്തിൻ്റെ ശുദ്ധിയും ഒന്നിച്ചപ്പോൾ പിറന്നത് 100 കണക്കിന് അനശ്വര ഗാനങ്ങളാണ്. തെറ്റിലും ആ മാജിക് നമുക്ക് കേൾക്കാം. ഈ ചിത്രത്തിൽ 5 ഗാനങ്ങളാണുള്ളത്. ഇണക്കം പിണക്കം, പാടിയത് KJ യേശുദാസ്. പിണക്കം ഇത് മനുഷ്യ കഥയുടെ ചുരുക്കം, ഒരുക്കം മുടക്കം ഇത് പ്രണയ കഥയുടെ തുടക്കം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇണക്കവും പിണക്കവും ഇടകലരുന്ന പ്രണയത്തിൻ്റെ ഭാവങ്ങൾ പേറുന്ന ഗാനം. കുന്നും പുറത്തൊരു മിന്നലാട്ടം, പാടിയത് P മാധുരി. കുന്നും പുറത്തൊരു മിന്നലാട്ടം, കുഞ്ഞുണരം വീണി കുഞ്ഞുണരെ, കുന്നത്തെ തേവരോ അമ്പിളി മാമനോ, കുഞ്ഞിൻ്റെ അച്ഛനോ ആരാരോ. ദേവരാജൻ മാഷിൻ്റെ ഈണങ്ങൾക്ക് ഏറ്റവും ചേരുന്ന ശബ്ദങ്ങളിലൊന്നായിരുന്നു മാധുരിയുടേത്. നാടൻ ഈണത്തിൻ്റെ ചന്തമുള്ള ഒരു ഗാനമാണിത്. നടന്നാൽ നീയൊരു എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസിൻ്റെ ശബ്ദത്തിൽ. നടന്നാൽ നീ ഒരു സ്വർണഹംസം, പൂത്തുവിടർന്നാൽ നീ ഒരു പാരിജാതം. നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന വയലാറിൻ്റെ കാവ്യഭാവന നിറഞ്ഞ വരികൾ. പള്ളിയരമന, പാടിയത് P സുശീല. പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം, ചിത്രമണിയറ മുത്തുമണിയറയിൽ ശില്പി തീർത്തൊരാൾ രൂപം, സ്വപ്ന ശില്പി തീർത്തൊരാൾ രൂപം. തെന്നിന്ത്യൻ സംഗീതത്തിലെ ആ മധുര ശബ്ദം ഈ ഗാനത്തിന് നൽകുന്ന വൈകാരിക ആഴം ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. ചിത്രത്തിൻ്റെ ക്രിസ്ത്യൻ പശ്ചാത്തലവുമായി ഇഴുകിച്ചേരുന്ന ഗാനമാണിത്. തെറ്റ് തെറ്റ്, വീണ്ടും യേശുദാസ്. തെറ്റ് ഇത് തുടങ്ങിയതെന്നോ എവിടെയോ, യഹോവയുടെ ശില്പശാലയിലോ ഏദൻ തോട്ടത്തിലോ. ചിത്രത്തിൻ്റെ പേര് തന്നെ പേറുന്ന ഒരു ഗാനം. സിനിമയുടെ കേന്ദ്ര ആശയത്തെ തെറ്റും ശരിയും സംബന്ധിച്ച ചോദ്യങ്ങളെ സംഗീതത്തിലൂടെ അവതരിപ്പിക്കുന്നു. വയലാറിൻ്റെ ദാർശനിക ഭാവം തെളിയുന്ന രചന. ഗാന ചിത്രീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അക്കാലത്തെ രീതി അനുസരിച്ച് ലളിതവും കഥയോട് ചേർന്ന് നിൽക്കുന്നതുമാണ് ഈ ചിത്രത്തിലെ ഗാനരംഗങ്ങൾ. ഇന്നത്തെ പോലെ വർണ്ണക്കാഴ്ചകളല്ല, കഥാപാത്രങ്ങളുടെ വികാരങ്ങളാണ് ഗാനരംഗങ്ങളുടെ കേന്ദ്രം. സേതുമാധവൻ്റെ ചിത്രങ്ങളിൽ ഗാനങ്ങൾ ഒരിക്കലും കഥയ്ക്ക് പുറത്തുള്ള അലങ്കാരങ്ങളായിരുന്നില്ല, കഥയുടെ ഒഴുക്കിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഈ സിനിമ ഇന്ന് കാണുമ്പോൾ കിട്ടുന്ന മറ്റൊരു വലിയ സമ്മാനമുണ്ട്. അത് ചരിത്രത്തിൻ്റെ കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്കും യരലവ നിങ്ങളെ ക്ഷണിക്കുന്നു.
70കളുടെ തുടക്കത്തിലെ കേരളം ഈ ഫ്രെയിമുകളിൽ ജീവിക്കുന്നു. അക്കാലത്തെ വീടുകൾ, വസ്ത്രധാരണം, തെരുവുകൾ, വാഹനങ്ങൾ, ജീവിത രീതികൾ ഇവയെല്ലാം ഒരു ഡോക്യുമെൻ്ററി പോലെ ഈ ചിത്രത്തിൽ പതിഞ്ഞു കിടക്കുന്നു. സത്യൻ്റെ സ്വന്തം നഗരമായ തിരുവനന്തപുരം അടക്കമുള്ള അന്നത്തെ കേരളത്തിൻ്റെ മുഖം ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. പഴയകാലമറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിധി തന്നെയാണ് ഈ സിനിമ. അരനൂറ്റാണ്ട് മുമ്പത്തെ നമ്മുടെ നാടിനെ കാണാൻ ഈ സിനിമ ഒരു ജാലകം തുറന്നു തരുന്നു. ചുരുക്കത്തിൽ തെറ്റ് എന്ന ചിത്രം പല കാരണങ്ങൾ കൊണ്ട് ഓർമ്മിക്കപ്പെടേണ്ട ഒന്നാണ്. ധീരമായ ഒരു കഥ, സേതുമാധവൻ്റെ കയ്യൊതുക്കമുള്ള സംവിധാനം, വയലാർ ദേവരാജൻ ഗാനങ്ങൾ, എല്ലാറ്റിലുമുപരി ജീവിതത്തിൻ്റെ അവസാന നാളുകളിലും കലയോട് 100% നീതി പുലർത്തിയ സത്യൻ എന്ന നടൻ്റെ അവിസ്മരണീയമായ പ്രകടനം. ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. കണ്ടവരാണെങ്കിൽ ഒരിക്കൽ കൂടി കാണും. ഇത്തവണ സത്യൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട്. സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് കമൻറ്റിൽ എഴുതൂ. എരലവയിൽ ചിത്രകൂടം ഇനിയും വരും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നടന്നാൽ നീ ഒരു സ്വർണഹംസം, പൂത്തുവിടർന്നാൽ നീ ഒരു പാരിജാതം.